ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സ്റ്റോറി കേട്ട് നോക്കിയാലോ. നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് ദ ആൻഡ് ദ ഡവ്, ഉറുമ്പും പ്രാവും. വൺ ഹോട്ട് ഡേ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ. വൺ ഹോട്ട് ഡേ, ഒരു ചൂടുള്ള ദിവസം. ആൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ. ആൻഡ് ഒരു ഉറുമ്പ് വാസ് സെർച്ചിങ്, അന്വേഷിക്കുകയായിരുന്നു, ഫോർ സം വാട്ടർ, കുറച്ച് വെള്ളത്തിന് വേണ്ടി. വൺ ഹോട്ട് ഡേ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ സം വാട്ടർ. ഒരു ചൂടുള്ള ദിവസം ഒരു ഉറുമ്പ് കുറച്ച് വെള്ളം അന്വേഷിക്കുകയായിരുന്നു. ആഫ്റ്റർ വാക്കിംഗ് എറൗണ്ട് ഫോർ സം ടൈം ഷി കെയിം ടു എ സ്പ്രിങ്. ആഫ്റ്റർ വാക്കിംഗ് എറൗണ്ട് ഫോർ സം ടൈം, കുറച്ച് സമയം ചുറ്റും നടന്നതിന് ശേഷം ഷി കെയിം ടു എ സ്പ്രിങ്, അവളൊരു സ്പ്രിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു. ടു റീച്ച് ദ സ്പ്രിങ് ഷി ഹാഡ് ടു ക്ലൈംബ് അപ്പ് എ ബ്ലേഡ് ഓഫ് ഗ്രാസ്. ടു റീച്ച് ദ സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൽ എത്തിച്ചേരാൻ ഷി ഹാഡ് ടു ക്ലൈംബ് അപ്പ്, അവൾക്ക് കയറണമായിരുന്നു, എ ബ്ലേഡ് ഓഫ് ഗ്രാസ്, ഒരു പുൽക്കൊടിയിൽ കയറണമായിരുന്നു. വൈൽ മേക്കിംഗ് ഹെയർ വേ അപ്പ് ഷി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ. വൈൽ മേക്കിംഗ് ഹെയർ വേ അപ്പ്, അങ്ങനെ അവളുടെ വഴിയിലൂടെ പോകുമ്പോൾ ഷി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ, അവൾ വഴുതി വെള്ളത്തിലേക്ക് വീണു. ഷി കുഡ് ഹാവ് ഡ്രൗണ്ട് ഇഫ് എ ഡവ് അപ്പ് നിയർ ബൈ ട്രീ ഹാഡ് നോട്ട് സീൻ ഹെയർ. ഷി കുഡ് ഹാവ് ഡ്രൗണ്ട്, അവൾ മുങ്ങിപ്പോകുമായിരുന്നു. വെള്ളത്തിൽ മുങ്ങിത്താവുക. ഷി കുഡ് ഹാവ് ഡ്രൗണ്ട്, അവൾ മുങ്ങിത്താവുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇഫ് എ ഡവ് അപ്പ് നിയർ ബൈ ട്രീ ഹാഡ് നോട്ട് സീൻ ഹെയർ, അടുത്തുള്ള മരത്തിലെ ഒരു ഡവ് അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു. സീയിങ് ദാറ്റ് ദ ആൻഡ് വാസ് ഇൻ ട്രബിൾ ദ ഡവ് ക്വിക്ക്ലി പ്ലക്ഡ് ഓഫ് എ ലീഫ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ നിയർ ദ സ്ട്രഗ്ലിംഗ് ആൻഡ്. സീയിങ് ദാറ്റ് ദ ആൻഡ് വാസ് ഇൻ ട്രബിൾ, ഈ ആൻഡ് പ്രശ്നത്തിലാണെന്ന് കണ്ടിട്ട് ദ ഡവ് ക്വിക്ക്ലി പ്ലക്ഡ് ഓഫ് എ ലീഫ്, ദ ഡവിലെ പ്രാവ് എന്ത് ചെയ്തു? ക്വിക്ക്ലി, പെട്ടെന്ന്. ദ ഡവ് ക്വിക്ക്ലി പ്ലക്ഡ് ഓഫ് പറിച്ചു. എന്ത് പറിച്ചു? എ ലീഫ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ നിയർ ദ സ്ട്രഗ്ലിംഗ് ആൻഡ്. ഈ ഇല പറിച്ചിട്ട് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. നിയർ ദ സ്ട്രഗ്ലിംഗ് ആൻഡ്, ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൻഡിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തു. ദ ആൻഡ് മൂവ്ഡ് ടുവേഴ്സ് ദ ലീഫ്, അങ്ങനെ ആൻഡ് ലീഫിൻ്റെ അടുത്തേക്ക് വന്നു. ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ദെയർ, അതിൻ്റെ മുകളിൽ കയറി. സൂൺ ഇറ്റ് ക്യാരിഡ് ഹെയർ സേഫ്ലി ടു ഡ്രൈ ഗ്രൗണ്ട്. സൂൺ, പെട്ടെന്ന്, ഇറ്റ് ക്യാരിഡ് ഹെയർ, അത് അവളെ ക്യാരി ചെയ്തുകൊണ്ട് സേഫ്ലി, അവളെ സുരക്ഷിതമായി ക്യാരി ചെയ്തുകൊണ്ട് നിലത്തേക്ക് കൊണ്ടുവന്നു. Just at that time, a hunter nearby was throwing out his net towards the dove, hoping to trap it. Just at that time, ആ സമയത്ത് തന്നെ, എ ഹണ്ടർ, ഒരു വേട്ടക്കാരൻ, നിയർബൈ വാസ് ത്രോവിങ് ഔട്ട് ഹിസ് നെറ്റ് ടുവേഴ്സ് ദ ഡവ്. അങ്ങനെ അടുത്തുണ്ടായിരുന്ന ഒരു വേട്ടക്കാരൻ ആ കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യുകയായിരുന്നു? ത്രോവിങ് ഔട്ട് ഹിസ് നെറ്റ്, അവൻ്റെ നെറ്റ് എറിയുകയായിരുന്നു. ടുവേഴ്സ് ദ ഡവ്, ഈ ഡവിൻ്റെ അടുത്തേക്ക്. ഹോപ്പിംഗ് ടു ട്രാപ്പ് ഇറ്റ്, അതിനെ പിടിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഡവിൻ്റെ അടുത്തേക്ക് ഈ ഹണ്ടർ നെറ്റ് എറിയുകയായിരുന്നു. ഗസ്സിങ് വാട്ട് ഹി വാസ് എബൌട്ട് ടു ഡു ദ ആൻഡ് ക്വിക്ക്ലി ബിറ്റ് ഹിം ഓൺ ദ ഹിൽ. ഗസ്സിങ് വാട്ട് ഹി വാസ്, ഗസ് എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. ഗസ്സിങ് വാട്ട് ഹി വാസ് എബൌട്ട് ടു ഡു, അവൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട്, ഊഹിച്ചിട്ട്, ദ ആൻഡ് വാസ് ക്വിക്ക്ലി ബിറ്റ് ഹിം ഓൺ ദ ഹിൽ. ഈ ആൻഡ് എന്ത് ചെയ്തു? ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടിച്ചു. ബിറ്റ് ഹിം ഓൺ ദ ഹീൽ, അവൻ്റെ കാലിൻ്റെ മടമ്പിൽ കടിച്ചു. ഫീലിംഗ് ദ പെയിൻ ദ ഹണ്ടർ ഡ്രോപ്ഡ് ഹിസ് നെറ്റ്. അങ്ങനെ ഈ പെയിൻ അനുഭവപ്പെട്ട ഹണ്ടർ എന്ത് ചെയ്തു? ദ ഹണ്ടർ ഡ്രോപ്ഡ് ഹിസ് നെറ്റ്, ഹണ്ടർ അവൻ്റെ നെറ്റ് അവിടെ താഴെയിട്ടു. ദ ഡവ് വാസ് ക്വിക്ക് ടു ഫ്ലൈ അവേ ടു സേഫ്റ്റി. ഈ ഡവ് എന്ത് ചെയ്തു? പ്രാവ് ക്വിക്ക് ടു ഫ്ലൈ അവേ ടു സേഫ്റ്റി, സേഫ്റ്റിക്ക് വേണ്ടി പെട്ടെന്ന് പറന്നകന്നു.